അതെ, ആ പ്രതികളെയാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. മുഖം സ്വാഭാവികമായി മറച്ചിട്ടുണ്ടാവും. കാരണം പെൺകുട്ടികൾക്ക് ഇവരെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ മുഖം ഈ പറഞ്ഞതുപോലെ പുറത്ത് കാണിക്കുകയുള്ളൂ. എന്തായാലും വലിയ അതിക്രമമാണ് ആ പെൺകുട്ടികൾ നേരിട്ടത്. നമ്മുടെ കൊച്ചിയിലാണ്, സ്ത്രീ സുരക്ഷയിൽ നമ്മളേറെ അഭിമാനം കൊള്ളുന്ന നമ്മുടെ കേരളത്തിലാണ് കമന്റ് അടിച്ചത്. അതായത് തോന്നിയാസം പറഞ്ഞ് ചോദ്യം ചെയ്തതിന് 2 പെൺകുട്ടികളെ 8 അംഗ സംഘം അതിക്രൂരമായി മർദ്ദിച്ചത്. അവരെ നിലത്തിട്ട് ചവിട്ടുന്നു, നെഞ്ചത്ത് ചവിട്ടുന്നു. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ഇപ്പോഴും ചികിത്സയിലാണ്. എന്നിട്ട് ഒരു കൂസലുമില്ലാതെ ഒന്നും നടക്കാത്ത മട്ടിൽ നടന്നു നീങ്ങിയ ആ അതിക്രമ തോന്നിയാസ സംഘത്തിലെ 3 പേരാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ആകെ മൊത്തം 11 പ്രതികളാണ് കേസിലുള്ള. ലിഡിയ, ബാക്കിയുള്ളവർക്കെല്ലാം അന്വേഷണം ഊർജിതമായിരിക്കുന്നു. പ്രതികളെ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. വിവരങ്ങൾ സുഹേൽ, തീർച്ചയായും ബാക്കിയുള്ള പ്രതികൾക്കായുള്ള അന്വേഷണങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. 2 CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്നിൽ ഈ പെൺകുട്ടി വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഒന്നാമത്തെ CCTV ദൃശ്യങ്ങളിലുള്ളത്. മറ്റൊന്ന് ആ ഒരു സംഭവത്തിന് ശേഷം, ആ ഒരു മർദ്ദനത്തിന് ശേഷം വളരെ സിമ്പിളായി ഈ പ്രതികൾ നടന്നു പോകുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ 3 പേരെയും നോർത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിടിയിലായിട്ടുള്ള 3 പേരും ഇപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നുള്ളതാണ്, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും മറ്റു പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഒപ്പം പോലീസിനെതിരെയും ഈ പെൺകുട്ടിക്കും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ സുഹൃത്തുക്കൾക്കും പരാതിയുണ്ട്. അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ആശുപത്രിയിൽ മൊഴിയെടുക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി എന്നുള്ള ഒരു ആരോപണമാണ് സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു പെൺകുട്ടികളുടെ മൊഴിയെടുക്കാൻ വന്നപ്പോൾ വസ്ത്രധാരണത്തെ പറ്റി ചോദിച്ചു. ഒപ്പം അതോടൊപ്പം തന്നെ ഈ സമയത്ത് എന്തിനാണ് പുറത്തിറങ്ങിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും കൊച്ചി DCPയുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഈ ഇൻസിഡന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് പുലർച്ചെ 4 കൂടിയിട്ടാണ് നമ്മുടെ പുതിയ റോഡ് ഭാഗത്ത് വെച്ചിട്ട് ഈ വിക്ടിമായിട്ടുള്ള 2 പേര് അവരുടെ സ്ഥലത്ത് നിന്നും ഒരു റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥിനികളാണ്. അവര് ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് പ്രതികരിക്കായിരുന്നു. എന്തായാലും 3 പേർ പിടിയിലായിട്ടുണ്ട്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവം. ആ പ്രവൃത്തിയിൽ, ക്രൂരകൃത്യത്തിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പരാതിയുമായി എത്തിയ പോലീസുകാർ എന്തിന് ഈ അസമയം എന്ന വാക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ സംശയകരമാണ്. എന്തിന് ഈ സമയത്ത് പുറത്തിറങ്ങി, എന്തിന് ഇങ്ങനെ വസ്ത്രം ധരിച്ചു, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പോലീസിന് എന്ത് അധികാരം? വസ്ത്രമാണോ കുറ്റകൃത്യത്തിന്റെ അടിസ്ഥാനം? എന്തായാലും വിശദമായ ആ കാര്യത്തിൽ കൂടി പോലീസിന്റെ അന്വേഷണം ഉണ്ടാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.